ക്രിസ്മസ് ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയാ വരുന്നത് അല്ലേ? നല്ല ഓർമ്മകൾ, ആഘോഷങ്ങൾ, സന്തോഷം. പക്ഷേ ഈ ആഘോഷത്തിനു പിന്നിൽ നമ്മളിൽ പലരും കേട്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു കഥയുണ്ട്. ക്രിസ്മസ് ശരിക്കും ഒരു പേഗൻ ആഘോഷമാണോ? ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. ഈ ഒരു വാദം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഉറപ്പല്ലേ? അതായത് ക്രിസ്തുപദത്തിനു മുമ്പുണ്ടായിരുന്ന പഴയ യൂറോപ്യൻ ആചാരങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് മരവും സമ്മാനങ്ങളും എന്തിന് ഡിസംബറിലെ ഈ ആഘോഷം വരെ വന്നതെന്ന് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ശരിയായിരിക്കാം എന്ന് നമുക്ക് തോന്നും. പക്ഷെ ചരിത്രം പറയുന്നത് കുറച്ചുകൂടി സങ്കീർണമായൊരു കഥയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ആ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഡിസംബർ 25 ആ സമയത്ത് ആഘോഷിച്ചിരുന്ന പേഗൻ ഉത്സവങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ അതേ ദിവസം തന്നെ ക്രിസ്മസ് വെച്ചു എന്ന വാദത്തിൽ നിന്നാണ് ഈ സംശയങ്ങളെല്ലാം തുടങ്ങുന്നത്. ഇതിനു പിന്നിലെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഒരു പുതിയ മതത്തിലേക്ക് ആളുകളെ എങ്ങനെ ആകർഷിക്കാം? അവരുടെ പഴയ ശീലങ്ങളൊക്കെ അപ്പാടെ മാറ്റാൻ പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? ഇല്ല. പകരം അതിനെയൊക്കെ പുതിയ വിശ്വാസത്തിന്റെ ഭാഗമാക്കിയാലോ? അതൊരു എളുപ്പവഴിയാണ്. ആളുകൾക്ക് മാറ്റം അത്ര പെട്ടെന്ന് ഫീൽ ചെയ്യില്ല, അല്ലേ? പക്ഷേ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ചരിത്രരേഖകൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് പേഗൻ ആചാരങ്ങളെ കോപ്പി അടിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അവരതിനെ ശക്തമായി എതിർത്തിരുന്നു. നിങ്ങൾ സൂര്യനെയാണോ ആരാധിക്കുന്നതെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ അതവർക്ക് വലിയൊരു അപമാനമായിരുന്നു. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ എവിടെ നിന്നാണ് വന്നത്? ക്രിസ്ത്യാനികൾ തന്നെ എതിർത്തിരുന്നൊരാശയം എങ്ങനെയാണ് ക്രിസ്മസിന്റെ ഒറിജിൻ സ്റ്റോറിയായി മാറിയത്? ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ ചരിത്രത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലണം. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് പേഗൻ രീതികളോട് ഇത്ര വെറുപ്പായിരുന്നെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഈ കോപ്പിയടി കഥ പൊങ്ങി വന്നത്? എപ്പോഴാണ് ആളുകൾ ഇത് പറഞ്ഞു തുടങ്ങിയത്? ഈ ടൈം ലൈൻ കാണുമ്പോൾ നമ്മുടെ ശരിക്കും ഞെട്ടിപ്പോകും. നോക്കൂ, 4-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്ത്യാനികൾ ഡിസംബർ 25 ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്മസിനെ സോൾ ഇൻവിക്ടസ് എന്ന പേഗൻ ഉത്സവവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ എഴുതപ്പെട്ടൊരു വാദം വരുന്നത് എപ്പോഴാണെന്നറിയുമോ? 800 വർഷം കഴിഞ്ഞ് 12-ാം നൂറ്റാണ്ടിൽ. പിന്നീട് ഈ ആശയം ശരിക്കും പോപ്പുലർ ആകുന്നത് 18-19 നൂറ്റാണ്ടുകളിലാണ്. ഇടയ്ക്ക് എന്തൊരു വലിയ ഗ്യാപ്പാണെന്ന് നോക്കൂ. 1000-ലധികം വർഷങ്ങൾ. ഒന്നോർത്തു നോക്കൂ, ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 1000 വർഷം കഴിഞ്ഞിട്ടും ഇതിനെ എതിർത്തവരുപോലും ഇതൊരു പേഗൻ ആഘോഷത്തിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞിട്ടില്ല. ചരിത്രത്തിലെ ആ നീണ്ട നിശബ്ദത നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ? അപ്പോൾ കാരണം പേഗൻ ആഘോഷങ്ങൾ അല്ല എങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഈ ഡിസംബർ 25 വന്നത്? അതിന് തികച്ചും വ്യത്യസ്തമായ, അധികമാരും കേൾക്കാത്ത ഒരു വിശദീകരണമുണ്ട്. ഇതിന്റെ ഉത്തരം കിടക്കുന്നത് പേഗൻ പുരാണങ്ങളിലല്ല, മറിച്ച് പുരാതന യഹൂദ വിശ്വാസങ്ങളിലും ആദ്യകാല ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിലുമാണ്. അതെ, അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ കാരണം ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പുരാതന യഹൂദ പാരമ്പര്യത്തിൽ വളരെ രസകരമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതായത് മഹാനായ ഒരു പ്രവാചകൻ ഏത് ദിവസമാണോ മരിക്കുന്നത് അതേ ദിവസം തന്നെയായിരിക്കും അദ്ദേഹം ഗർഭം ധരിക്കപ്പെട്ടതും. ജീവിതം അങ്ങനെ ഒരു പൂർണ്ണവൃത്തം പോലെയാണെന്നവർ വിശ്വസിച്ചു. അപ്പോൾ ആദിമസഭയുടെ കണക്കുകൂട്ടൽ ഇങ്ങനെയായിരുന്നു. 1. യേശു മരിച്ചത് മാർച്ച് അവസാനത്തോടെയാണെന്ന് അവർ കണക്കാക്കി. 2. ആ പഴയ വിശ്വാസം വെച്ച് യേശു ഗർഭം ധരിക്കപ്പെട്ടതും മാർച്ച് അവസാനം തന്നെ ആവണം. 3. അവിടെ നിന്ന് കൃത്യം 9 മാസം മുന്നോട്ടു പോയാലോ നമ്മൾ എവിടെയെത്തി? ഡിസംബർ അവസാനം. കണ്ടില്ലേ, ഇതൊരു തികച്ചും ദൈവശാസ്ത്രപരമായ കണക്കുകൂട്ടലാണ്. പേഗൻ ആഘോഷങ്ങളുമായി ഇതിന് ഒരു ബന്ധവുമില്ല. ശരി, അപ്പോ ക്രിസ്മസിന്റെ ഉത്ഭവം പേഗൻ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഒരുപക്ഷേ പുരാതന പേഗനിസത്തേക്കാൾ വലിയൊരു വെല്ലുവിളി ക്രിസ്മസിന് നേരിടുന്നുണ്ട്. എന്താണത്? ക്രിസ്മസിന്റെ പുരാതന ഉത്ഭവം പേഗൻ ആയിരിക്കില്ല. പക്ഷേ ഇന്ന് അതിനെ വാണിജ്യവൽക്കരണം എന്നൊരു പുതിയ ശക്തി പിടികൂടിയിരിക്കുകയാണ്. ഒരുപക്ഷേ ഇതായിരിക്കാം ഇന്നത്തെ കാലത്തെ പുതിയ പേഗനിസം. ഈ വാണിജ്യവൽക്കരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. 19-ാം നൂറ്റാണ്ടിൽ തന്നെ സാന്റാക്ലോസ് കടകളിലേക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ടൂളായി മാറിയിരുന്നു. കച്ചവടം കൂട്ടാനുള്ളൊരു മാർഗം, അത്രമാത്രം. ഇവിടെ വളരെ നല്ലൊരു താരതമ്യമുണ്ട്. ചിന്തിച്ചു നോക്കൂ, ബൈബിൾ പോലുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ ആളുകൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനും സ്വന്തം ആവശ്യങ്ങൾക്കായി വളച്ചൊടിക്കാനും പറ്റും എന്ന് കരുതി ആ ഗ്രന്ഥം മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ക്രിസ്മസും. അതിന്റെ യഥാർത്ഥ അർത്ഥം നല്ലതാണെങ്കിലും ആളുകൾക്കതിനെ കച്ചവടത്തിനും മറ്റു താൽപ്പര്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ കച്ചവടത്തിന്റെ ബഹളത്തിനിടയിലും ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശത്തിന് നിലനിൽക്കാൻ കഴിയുമോ? കഴിയും, തീർച്ചയായും കഴിയും. കാരണം എത്രയൊക്കെ ദുർവ്യാഖ്യാനങ്ങളുണ്ടായാലും വിശുദ്ധഗ്രന്ഥങ്ങളുടെ ആഴത്തിലുള്ള സന്ദേശം നിലനിൽക്കുന്നില്ലേ?
അതുപോലെ കച്ചവടത്തിന്റെ ഈ ഒച്ചപ്പാടുകൾക്കിടയിലും ക്രിസ്മസിന്റെ കാതലായ അർത്ഥം പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല. അതവിടെ തന്നെയുണ്ട്. അവസാനം നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: ഷോപ്പിംഗ് മാളിലെ തിരക്കിനോ ടിവിയിലെ പരസ്യങ്ങൾക്കോ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന ആ അത്ഭുതകരമായ ആശയത്തെ പൂർണ്ണമായി മറച്ചുവെക്കാൻ സാധിക്കില്ല. ആ സന്ദേശത്തിന് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. അപ്പോൾ അവസാനത്തെ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമാണ്. ക്രിസ്മസിന്റെ ചരിത്രം എന്തുതന്നെയായാലും ഇന്ന് ഈ ബഹളങ്ങൾക്കിടയിൽ ഈ ആഘോഷത്തിന് നിങ്ങൾ എന്തർത്ഥമാണ് നൽകുന്നത്? ആ ഉത്തരം കണ്ടെത്തേണ്ടത് മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്.